Hi students, ഇന്ന് നമുക്ക് അനലിറ്റിക്കൽ കെമിസ്ട്രി എന്ന ഭാഗത്തെ ടൈട്രേഷൻസ് എന്നത് ഡിസ്കസ് ചെയ്യാം. Titration is a technique that is used to determine the concentration of an unknown solution. കോൺസെൻട്രേഷൻ അറിയാത്ത സൊല്യൂഷനുകളുടെ കോൺസെൻട്രേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഈസി ടെക്നിക്കാണ് ടൈട്രേഷൻ. It is the slow addition of one solution that is having a known concentration. It is called a titrant to a known volume of another solution of unknown concentration that is called analyte until the reaction reaches neutralization. അതായത് ടൈട്രേഷൻ എന്ന് പറയുമ്പോൾ ഒരു പതിയെ ആഡ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. എന്തെന്ന് വെച്ചാൽ ഇവിടെ രണ്ട് ടേമുകൾ നിങ്ങൾ ഓർക്കണം, ഒന്ന് ടൈട്രൻറ്റും ഒന്ന് അനലൈറ്റും. അനലൈറ്റ് എന്ന് പറയുമ്പോൾ നമ്മളുടെ കയ്യിലിരിക്കുന്ന കോൺസെൻട്രേഷൻ അറിയാത്ത സൊല്യൂഷൻ, അതാണ് അനലൈറ്റ്. അതിലേക്ക് ടൈട്രൻറ്റ്, അതായത് കോൺസെൻട്രേഷൻ അറിയാവുന്ന നോൺ കോൺസെൻട്രേഷൻ ഉള്ള, അതായത് കോൺസെൻട്രേഷൻ അറിയാവുന്ന സൊല്യൂഷനെയാണ് നമ്മൾ ടൈട്രൻറ്റ് എന്ന് വിളിക്കുന്നത്. അപ്പം കോൺസെൻട്രേഷൻ അറിയാത്ത അല്ലെങ്കിൽ കണ്ടുപിടിക്കേണ്ട അനലൈറ്റിലേക്ക് ടൈട്രൻറ്റിനെ സ്ലോ ആയിട്ട് പതിയെ ആഡ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ടൈട്രേഷൻ. ഇനി എത്ര തവണ വരെ ആഡ് ചെയ്യുമെന്ന് ചോദിച്ചാൽ until that reaches the neutralization stage. നമ്മുടെ അനലൈറ്റും ടൈട്രൻറ്റും അതിനകത്തുള്ള അയോണുകൾ തമ്മിൽ ഈക്വൽ ആയിട്ട് ന്യൂട്രലൈസ്ഡ് ആയി പോകുന്ന, അതായത് തമ്മിൽ ക്യാൻസൽ ആയി പോകുന്ന സ്റ്റേജ് വരെ ഈ ഒരു അഡിഷൻ നമ്മൾ കണ്ടിന്യൂ ചെയ്യും. ഇത് അയോൺസിന്റെ ക്യാൻസലേഷൻ ഒക്കെ ഇന്റേർണലി നടക്കുന്ന ഒരു പ്രോസസ്സാണ്. നമുക്കത് എക്സ്റ്റേർണലി വിസിബിൾ ആവണമെങ്കിൽ നമ്മൾ ആ സൊല്യൂഷനിലേക്ക് ഒരു ഇൻഡിക്കേറ്ററിനെ ആഡ് ചെയ്യും, അല്ലെങ്കിൽ എന്തെങ്കിലും കളർ ചേഞ്ച് തരാൻ തക്കത്തിലുള്ള എന്തെങ്കിലും ഒരു ഫാക്ടർ ആഡ് ചെയ്യും. ആ ഒരു കളർ ചേഞ്ച് വിസിബിൾ ആവുമ്പോഴാണ് നമ്മൾ ന്യൂട്രലൈസേഷൻ സ്റ്റേജ് എത്തിയെന്ന് നമുക്ക് ഈ ടൈട്രേഷനിൽ മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇതിനെ നമ്മൾ ടിട്രിമെട്രി അല്ലെങ്കിൽ വോളിമെട്രിക് ടൈട്രേഷൻ എന്നും വിളിക്കാറുണ്ട്. ഈ മെത്തേഡിനെ കാര്യം നമ്മൾ വോളിയം മെഷർ ചെയ്തിട്ടാണ് നമ്മളുടെ അനലൈറ്റിന്റെ കോൺസെൻട്രേഷൻ മെഷർ ചെയ്ത് അല്ലെങ്കിൽ നമ്മൾ കണ്ടുപിടിക്കുന്നത്. അതുകൊണ്ട് ഈ മെത്തേഡിനെ നമ്മൾ വോളിമെട്രിക് ടൈട്രേഷൻ എന്നും വിളിക്കാറുണ്ട്. ടൈട്രേഷൻ എന്താണെന്ന് ഒന്നുകൂടെ പറയാം. It is the process of adding a standard solution, that is solution of non-strength, to a solution of the substance to be determined whose concentration is unknown. കോൺസെൻട്രേഷൻ അറിയാത്ത അല്ലെങ്കിൽ നമുക്ക് കോൺസെൻട്രേഷൻ കണ്ടുപിടിക്കേണ്ട സബ്സ്റ്റൻസ്, നമ്മൾ അതിനെ അനലൈറ്റ് എന്ന് വിളിച്ചു. ആ അനലൈറ്റിലേക്ക് കോൺസെൻട്രേഷൻ അറിയാവുന്ന, അതായത് സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ എന്ന് പറയുന്നത് അതാണ്. കോൺസെൻട്രേഷൻ അറിയാവുന്ന സൊല്യൂഷൻ ആഡ് ചെയ്യുന്നൊരു പ്രോസസ്സാണ് ടൈട്രേഷൻ. കോൺസെൻട്രേഷൻ അറിയാവുന്ന സൊല്യൂഷനെ നമ്മൾ ടൈട്രൻറ്റ് എന്ന് വിളിക്കും. കോൺസെൻട്രേഷൻ അറിയാത്ത അല്ലെങ്കിൽ കണ്ടുപിടിക്കേണ്ട സൊല്യൂഷനെ നമ്മൾ അനലൈറ്റ് എന്ന് വിളിക്കാറുണ്ട്. ഇനി ഈ ടൈട്രേഷനിൽ സാധാരണ നമ്മൾ ചെയ്യുന്ന ഒരു പ്രോസസ്സിൽ ബ്യൂററ്റ് എന്നൊരു അപ്പാരറ്റസ് ഉപയോഗിക്കാറുണ്ട്. അതോടൊപ്പം കോണിക്കൽ ഫ്ലാസ്ക് ഉപയോഗിക്കാറുണ്ട്. ഇതിനോടൊപ്പം പല അപ്പാരറ്റസുകളുണ്ട്. ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇത് രണ്ടുമാണ് വരുന്നത്. ഇനി ഈ ബ്യൂററ്റിൽ നമ്മൾ എടുക്കുന്നത് സാധാരണഗതിയിൽ ബേസിക് നേച്ചറുള്ള സബ്സ്റ്റൻസുകളും കോണിക്കൽ ഫ്ലാസ്കിൽ ആസിഡിക് സ്വഭാവമുള്ളവയാണ് സാധാരണ എടുക്കുന്നത്. ഈ ഫിഗറിൽ കോണിക്കൽ ഫ്ലാസ്കിൽ എടുത്തിരിക്കുന്ന സൊല്യൂഷൻ അൺനോൺ കോൺസെൻട്രേഷൻ ആണ്, അതായത് കോൺസെൻട്രേഷൻ അറിയാത്ത സൊല്യൂഷൻ, അതായത് നമ്മളുടെ അനലൈറ്റ് ആണിത്. അതോടൊപ്പം ബ്യൂററ്റിൽ എടുത്തിരിക്കുന്നത് ബേസിക് സ്വഭാവമുള്ള, അതായത് നോൺ കോൺസെൻട്രേഷൻ ഉള്ള ഒരു സൊല്യൂഷനാണ്, അതായത് നമ്മൾ അതിനെ പേര് വിളിക്കുന്നത് ടൈട്രൻറ്റ് എന്നാണ്. ടൈട്രൻറ്റ് അനലൈറ്റിലേക്ക് പതിയെ ആഡ് ചെയ്യുന്ന പ്രോസസ്സാണ് ടൈട്രേഷൻ. ഇനിയും എന്താണ് ഇതിന്റെ പ്രിൻസിപ്പിൾ എന്ന് ഒറ്റ സെന്റൻസിൽ പറഞ്ഞാൽ, it is based on the complete chemical reaction between the analyte and the reagent അല്ലെങ്കിൽ titrant of non-concentration. അനലൈറ്റും ടൈട്രൻറ്റും തമ്മിൽ കംപ്ലീറ്റ് റിയാക്ഷൻ നടന്ന് ന്യൂട്രലൈസ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ടൈട്രേഷൻ എന്ന് വിളിക്കുന്നത്. അതുവഴിയായിട്ടൊരു പുതിയ പ്രോഡക്റ്റും ഫോം ചെയ്യും. ഇനിയും ഈ ടൈട്രേഷൻ എന്നുള്ള ജനറൽ ഹെഡിങ്ങിൽ നമ്മൾ പറയുന്ന ചില ഇമ്പോർട്ടൻറ്റ് ടെർമിനോളജീസിനെ പറ്റി നോക്കാം. ഒന്ന് സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ. നിങ്ങൾക്കറിയാമായിരിക്കും, ഏതൊരു സൊല്യൂഷൻ ആണോ അതിൻ്റെ കോൺസെൻട്രേഷൻ നമുക്ക് അറിയാവുന്നതായിട്ട് വരുന്നത്, അല്ലെങ്കിൽ എ സൊല്യൂഷൻ ഓഫ് ആക്യുറേറ്റ്ലി നോൺ കോൺസെൻട്രേഷൻ,
is known as a standard solution. കോൺസെൻട്രേഷൻ എക്സ്പ്രസ് ചെയ്യുന്ന പല യൂണിറ്റുകളുണ്ട്, നോർമാലിറ്റി, മൊളാലിറ്റി എക്സെട്ര. ഈ ടേമുകളിൽ കോൺസെൻട്രേഷൻ നമുക്കറിയാവുന്ന സൊല്യൂഷൻസിനെയാണ് നമ്മൾ സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. രണ്ട് തരം സ്റ്റാൻഡേർഡ്സ് ആണ് പറയാറ്, പ്രൈമറി സ്റ്റാൻഡേർഡുകളും സെക്കൻഡറി സ്റ്റാൻഡേർഡുകളും. അപ്പം സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ കോൺസെൻട്രേഷൻ അറിയാവുന്ന സൊല്യൂഷൻസ് ആണ്. അത് തന്നെ രണ്ട് രീതിയിൽ വരാം, പ്രൈമറി എന്നും സെക്കൻഡറി എന്നും. പ്രൈമറി സ്റ്റാൻഡേർഡുകളെ പറ്റി പറഞ്ഞാൽ they are used to determine the concentrations of other unknown solutions. നമുക്കെപ്പോഴും അറിയാവുന്ന ഒരു എന്തെങ്കിലും ഒരു കാര്യം വെച്ചിട്ടാണ് നമ്മൾ അറിയാത്ത ചില കാര്യങ്ങൾ കണ്ടുപിടിക്കുന്നത് അല്ലേ. അതുപോലെ കോൺസെൻട്രേഷൻ കണ്ടുപിടിക്കുന്ന കാര്യത്തിലും കോൺസെൻട്രേഷൻ അറിയാവുന്ന സൊല്യൂഷൻസിനെ വെച്ചിട്ടാണ് നമ്മൾ കോൺസെൻട്രേഷൻ അറിയാത്ത സൊല്യൂഷൻസിനെ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ പ്രൈമറി സ്റ്റാൻഡേർഡ് സൊല്യൂഷൻസ് അറിയും, അപ്പോൾ അതിൻ്റെ കോൺസെൻട്രേഷൻ നമുക്കറിയാം. അത് വെച്ചിട്ട് കോൺസെൻട്രേഷൻ അറിയാത്ത മറ്റു സൊല്യൂഷനുകളെ നമ്മൾ അനലൈസ് ചെയ്യും. ഇനി പ്രൈമറി സ്റ്റാൻഡേർഡുകളുടെ പ്രത്യേകത 100% പ്യുവർ ഫോമിലുള്ള സബ്സ്റ്റൻസുകളെയാണ് നമ്മൾ പ്രൈമറി സ്റ്റാൻഡേർഡായിട്ട് പറയാറ്. ഇനി എങ്ങനെയാണ് ഇത് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, പ്രൈമറി സ്റ്റാൻഡേർഡ് സൊല്യൂഷൻസ് എങ്ങനെ പ്രിപ്പയർ ചെയ്യുമെന്ന് ചോദിച്ചാൽ, ഇത് പ്യുവർ സബ്സ്റ്റൻസ് ആണ്. നമുക്കത് വെയിങ് ബാലൻസിലൂടെ വെയിറ്റ് എടുത്ത് ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച്, അതായത് വാട്ടർ ഡൈല്യൂഷൻ നടത്തി നമ്മൾക്കൊരു നോൺ കോൺസെൻട്രേഷനിലേക്ക് അത് മേക്കപ്പ് ചെയ്യാൻ സാധിക്കും. അതാണ് പ്രൈമറി സ്റ്റാൻഡേർഡ്സിന്റെ പ്രത്യേകത. വി ക്യാൻ പ്രിപ്പയർ ദെയർ സൊല്യൂഷൻസ് ബൈ ഡയറക്ട്ലി വെയിങ് ദം ആൻഡ് ദെൻ മിക്സിങ് വിത്ത് വാട്ടർ. ഇനിയും പ്രൈമറി സ്റ്റാൻഡേർഡുകൾക്കുണ്ടാവേണ്ട ചില ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടീസ് ഇതൊക്കെയാണ്. ഒന്ന്, ഇറ്റ് ഷുഡ് ബി എക്സ്ട്രീംലി പ്യുവർ, ഇറ്റ് ഷുഡ് ബി ഹൈലി സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു കോമ്പൗണ്ട്. അത് എയറിലേക്ക് എക്സ്പോസ് ചെയ്യുമ്പം ഡീകമ്പോസ് പോകുന്ന ടൈപ്പ്, അങ്ങനെയുള്ള ഒരു സാധനങ്ങളെ നമുക്ക് പ്രൈമറി സ്റ്റാൻഡേർഡുകളായിട്ട് പറയാൻ പറ്റില്ല. ഇറ്റ് ഷുഡ് ബി ആൻഹൈഡ്രസ്, വാട്ടറിന്റെ അസോസിയേഷൻ അവയിൽ വരരുത്. ഇറ്റ് ഷുഡ് ബി ലെസ് ഹൈഗ്രോസ്കോപ്പിക്, വാട്ടർ അബ്സോർബ് ചെയ്യുന്ന സാധനങ്ങളാകരുത്. ഇറ്റ് ക്യാൻ ബി വെയ്ഡ് ഈസിലി. It should be ready to use and available. ഈസിലി അവൈലബിൾ ആയിട്ടുള്ള കോമ്പൗണ്ടുകളാണ് നമ്മൾ പ്രൈമറി സ്റ്റാൻഡേർഡ്സ് ആയിട്ട് എടുക്കുന്നത്. ഇറ്റ് ഷുഡ് ബി പ്രിഫറബിളി നോൺ ടോക്സിക് ആൻഡ് ഇറ്റ് ഷുഡ് നോട്ട് ബി എക്സ്പെൻസീവ്. ഈ ക്രൈറ്റീരിയാസ് നിങ്ങൾ ഓർക്കണം. ദീസ് ആർ ദ ക്രൈറ്റീരിയാസ് ദാറ്റ് മേക്ക് എ പ്രൈമറി സ്റ്റാൻഡേർഡ്. ഇനി സാധാരണഗതിയിൽ ലബോറട്ടറികളിൽ പ്രൈമറി സ്റ്റാൻഡേർഡ്സ് ആയിട്ട് ഉപയോഗിക്കുന്ന സാധനങ്ങളാണ് സോഡിയം കാർബണേറ്റ്, പൊട്ടാസ്യം ഡൈക്രോമേറ്റ്, ഓക്സാലിക് ആസിഡ്, മോർ സോൾട്ട് എക്സെട്ര. ഇത്തരം സാധനങ്ങൾ നമുക്ക് നേരിട്ട് വെയിറ്റ് എടുത്ത് വാട്ടർ ഉപയോഗിച്ച് മേക്കപ്പ് ചെയ്താൽ അതിൻ്റെ കോൺസെൻട്രേഷൻ നമുക്ക് കണ്ടുപിടിക്കാം. അങ്ങനെയുള്ള സബ്സ്റ്റൻസുകളെ അല്ലെ സൊല്യൂഷനുകളെ നമ്മൾ പ്രൈമറി സ്റ്റാൻഡേർഡ് സൊല്യൂഷൻസ് എന്ന് വിളിക്കും. ഇനിയുള്ള ക്ലാസ്സുകളിൽ നമ്മൾ പറയും പലതരം ടൈട്രേഷൻസ് ഉണ്ട്. ആസിഡ് ബേസ് ടൈട്രേഷൻ, കോംപ്ലക്സ് ഫോർമേഷൻ റിയാക്ഷൻ, പ്രസിപ്പിറ്റേഷൻ റിയാക്ഷൻസ്, റിഡോക്സ് റിയാക്ഷൻസ് എക്സെട്ര. അപ്പോൾ ഈ ഓരോ ടൈട്രേഷനുകളിലും നമ്മൾ പ്രൈമറി സ്റ്റാൻഡേർഡുകളായിട്ട് പലതരം കോമ്പൗണ്ടുകൾ ഉപയോഗിക്കും. അവയുടെ ഒരു എക്സാമ്പിളാണ്, അവയിൽ നിന്ന് ചിലതാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇനിയും സെക്കൻഡറി സ്റ്റാൻഡേർഡ്സ് എന്താണെന്ന് പറഞ്ഞാൽ, they are used in the process of standardization. നമ്മൾ സ്റ്റാൻഡർഡൈസേഷൻ എന്നുള്ളൊരു പ്രോസസ്സിൻ്റെ ഡെഫിനിഷൻ ഞാൻ പറയാം. ശരിക്കും ഈ ഒരു മെത്തേഡ് കോൺസെൻട്രേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ടൈട്രേറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് സ്റ്റാൻഡർഡൈസേഷൻ എന്ന് വിളിക്കുന്നത്. The concentration of a secondary standard substance can be obtained by comparison against a primary standard substance. അപ്പം സ്റ്റാൻഡേർഡ് സൊല്യൂഷൻസ് എന്ന് പറയുമ്പം കോൺസെൻട്രേഷൻ അറിയാവുന്ന സൊല്യൂഷൻസ് അത് തന്നെ രണ്ട് തരത്തിലുണ്ട്. ഒന്ന് പ്രൈമറി സ്റ്റാൻഡേർഡ്, നമുക്ക് വെയിറ്റ് എടുത്ത് നമുക്ക് തന്നെ കോൺസെൻട്രേഷൻ കാൽക്കുലേറ്റ് ചെയ്ത് വെക്കാവുന്ന തരം സബ്സ്റ്റൻസുകളാണ് പ്രൈമറി സ്റ്റാൻഡേർഡ്. അപ്പോൾ അത്തരം സാധനങ്ങൾ ഉപയോഗിച്ച് നമുക്ക് വേറെ ചില സബ്സ്റ്റൻസുകളുടെ കോൺസെൻട്രേഷൻ കണ്ടുപിടിക്കാം. അതായത് നേരിട്ടല്ല നമ്മൾ കണ്ടുപിടിക്കുന്നത്, നേരിട്ട് വെയിറ്റ് എടുത്ത് ഉണ്ടാക്കുന്ന സാധനങ്ങളല്ല, നേരിട്ട് വെയിറ്റ് എടുത്ത് നമ്മൾ ഉണ്ടാക്കിയേക്കുന്ന പ്രൈമറി കോൺസെൻട്രേഷൻ അറിയാവുന്ന പ്രൈമറി സ്റ്റാൻഡേർഡ് സൊല്യൂഷൻസ് ഉപയോഗിച്ച് നമ്മൾ കോൺസെൻട്രേഷൻ കണ്ടുപിടിക്കുന്ന സബ്സ്റ്റൻസുകളെ അല്ലെ സൊല്യൂഷനുകളെ സെക്കൻഡറി സ്റ്റാൻഡേർഡ് സബ്സ്റ്റൻസസ് എന്ന് വിളിക്കും. ഇവയെ നമ്മൾ സ്റ്റാൻഡേർഡ്സ് എന്ന് തന്നെ വിളിക്കുന്ന കാര്യം, പ്രൈമറി സ്റ്റാൻഡേർഡുകൾ ഉപയോഗിച്ച് നമ്മൾ അൾട്ടിമേറ്റ്ലി അവയുടെ കോൺസെൻട്രേഷൻ കണ്ടുപിടിക്കുക.
കോൺസെൻട്രേഷൻസ് അറിയാവുന്ന സൊല്യൂഷനുകളെ എല്ലാം നമ്മൾ സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ എന്ന് വിളിക്കും. നമുക്ക് വെയിറ്റ് എടുത്ത് നമുക്ക് തന്നെത്താനെ ഉണ്ടാക്കിയെടുക്കാവുന്ന സൊല്യൂഷനുകളെ പ്രൈമറി സ്റ്റാൻഡേർഡുകളെന്നും, പ്രൈമറി സ്റ്റാൻഡേർഡുകളുടെ സഹായത്തോടുകൂടി കോൺസെൻട്രേഷൻ കണ്ടുപിടിക്കുന്ന സാധനങ്ങളെ സെക്കൻഡറി സ്റ്റാൻഡേർഡ് സബ്സ്റ്റൻസസ് എന്നും പറയുന്നു. ഇനി ഇതിന്റെ ചില പ്രോപ്പർട്ടികളാണ്. സെക്കൻഡറി സ്റ്റാൻഡേർഡ്സ് ആയിട്ട് ഒരു കെമിക്കൽ നമ്മൾ എടുക്കണമെങ്കിൽ അതിന് ചില പ്രോപ്പർട്ടികളുണ്ട്, അല്ലെങ്കിൽ അവയുടേതായ ചില പ്രത്യേകതകളുണ്ട്. പ്രൈമറി സ്റ്റാൻഡേർഡ്സിനേക്കാളും ഇവയുടെ പ്യൂരിറ്റി കുറവായിരിക്കും. കമ്പാരിറ്റീവ്ലി അവയുടെ സ്റ്റെബിലിറ്റിയും റിയാക്ടിവിറ്റിയും ഒക്കെ പ്രൈമറി സ്റ്റാൻഡേർഡിനേക്കാളും കുറവായിരിക്കും. ഇത്തരം സൊല്യൂഷനുകൾക്ക് സൊല്യൂഷൻ ഫേസിൽ ഒരുപാട് നേരം എക്സിസ്റ്റ് ചെയ്യാൻ പറ്റും. പ്രൈമറി സ്റ്റാൻഡേർഡിനെതിരെ നമുക്ക് ടൈട്രേറ്റ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളെയാണ് സെക്കൻഡറി സ്റ്റാൻഡേർഡ്സ് ആയിട്ട് നമ്മൾ പറയാറ്. സെക്കൻഡറി സ്റ്റാൻഡേർഡ്സിന് എക്സാമ്പിൾ പൊട്ടാസ്യം പെർമാംഗനേറ്റ്, അയഡിൻ, കോപ്പർ സൾഫേറ്റ് എന്നിവയാണ്. സ്റ്റാൻഡേർഡൈസേഷൻ എന്നുള്ളൊരു പ്രോസസ്സ്, ഈ ഒരു ടേം നമ്മൾ പലപ്പോഴായിട്ട് കേട്ടു. ഇതിന്റെ ഒരു ഒറ്റ സെന്റൻസിൽ പറഞ്ഞാൽ ഇറ്റ് ഇസ് ദ പ്രോസസ് ഓഫ് ഫൈൻഡിങ് ദ സ്ട്രെങ്ത് ഓഫ് എ സൊല്യൂഷൻ, സ്ട്രെങ്ത് അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ ഓഫ് എ സൊല്യൂഷൻ whose concentration is not known. It can be calculated by titrating it with a standard solution. സ്റ്റാൻഡേർഡൈസേഷൻ എന്ന് പറയുന്നത് നമുക്ക് സ്ട്രെങ്ത് അറിയാത്ത അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ അറിയാത്ത ഒരു സൊല്യൂഷനെ കോൺസെൻട്രേഷൻ അറിയാവുന്ന ഒരു സൊല്യൂഷനുമായിട്ട് ടൈട്രേറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് സ്റ്റാൻഡേർഡൈസേഷൻ. ഇനി ഇക്വലൻസ് പോയിന്റ് എന്താണെന്ന് ചോദിച്ചാൽ, the point in the titration at which the amount of the titrant is chemically equivalent to the amount of analyte. നമ്മൾ ടൈട്രേഷനെ പറ്റി പറഞ്ഞു കോൺസെൻട്രേഷൻ അറിയാവുന്ന ടൈട്രന്റ് കോൺസെൻട്രേഷൻ അറിയാത്ത അനലൈറ്റിലേക്ക് സ്ലോ ആയിട്ട് ആഡ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ടൈട്രേഷൻ എന്ന് വിളിക്കുന്നത്. ഇത് എവിടെ വരെ നീണ്ടു നിൽക്കുമെന്ന് പറയുമ്പോൾ until it reaches the neutralization point. നമ്മൾ എടുക്കുന്ന അനലൈറ്റും ടൈട്രന്റും ഈക്വൽ ആയിട്ട് ക്യാൻസൽ ആയി പോകുന്ന, അല്ലെങ്കിൽ അതിന്റെ അകത്തുള്ള അയോൺസ് ക്യാൻസൽ ആയി പോകുന്ന, ന്യൂട്രൽ ആയി പോകുന്ന ഒരു പോയിന്റ് വരെയാണ് ഇത് നീണ്ടുപോകുന്നത്, ഈ ടൈട്രേഷൻ. ആ ഒരു പോയിന്റ്, അതായത് ഈക്വൽ ആയിട്ട് അവ ക്യാൻസൽ ആയി പോകുന്ന ആ ഒരു പോയിന്റിനെയാണ് നമ്മൾ ഇക്വലൻസ് പോയിന്റ് എന്ന് വിളിക്കുന്നത്. ഇറ്റ് ഈസ് ദ ഫേസ് അല്ലെങ്കിൽ ഇറ്റ് ഈസ് ദ പോയിന്റ് where the amount of titrant is chemically equivalent to the amount of analyte in the sample. And that point is the equivalence point. ഇതൊരു തിയററ്റിക്കൽ പോയിന്റ് മാത്രമാണ്. നമുക്കിത് ടൈട്രേഷൻ ചെയ്യുന്ന ഒരാൾക്ക് വിഷ്വലി ഇത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റത്തില്ല. ഇത് തിയററ്റിക്കലായിട്ട് സൊല്യൂഷൻ്റെ അകത്ത് നടക്കുന്ന അല്ലെങ്കിൽ അകത്ത് സംഭവിക്കുന്ന ഒരു ഫിനോമിന ആണ്. ഇനി ഇതെപ്പോഴാണ് നമുക്ക് ടൈട്രേഷൻ ചെയ്യുന്ന ഒരാൾക്ക് ഇത് തമ്മിൽ ഈക്വലായി ക്യാൻസലായി പോയി എന്ന് മനസ്സിലാക്കുന്ന ഒരു പോയിന്റ് ആണ് അടുത്തത് ഞാൻ പറയുന്നത്. അതാണ് എൻഡ് പോയിന്റ്. The completion of reaction during titration is estimated by observing the visible physical change occurring in the solution. അപ്പം ഒരാൾ ടൈട്രേഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നു, എടുത്തിരിക്കുന്ന ടൈട്രന്റും അനലൈറ്റും കംപ്ലീറ്റ് ആയിട്ട് ന്യൂട്രലൈസ്ഡ് ആയി. ആ ഒരു പോയിന്റിനെ നമ്മൾ, ആ ഒരു തിയറിറ്റിക്കൽ പോയിന്റിനെ നമ്മൾ ഇക്വലൻസ് പോയിന്റ് എന്ന് വിളിക്കും. അതൊരിക്കലും നമുക്ക് ടൈട്രേഷൻ ചെയ്യുന്ന ഒരാൾക്ക് വിസിബിൾ ആവുന്നില്ല. ഇക്വലൻസ് പോയിന്റിന് ശേഷം നമ്മളിപ്പം സൊല്യൂഷനിൽ എന്തെങ്കിലും ഒരു കളർ ചേഞ്ച് വരാൻ വേണ്ടി ഒരു സബ്സ്റ്റൻസ് ആഡ് ചെയ്യും, അതിനെ ഇൻഡിക്കേറ്റേഴ്സ് എന്ന് വിളിക്കും. അപ്പോൾ ഈ ഒരു സബ്സ്റ്റൻസിന്റെ എന്തെങ്കിലും ഒരു മാറ്റം സംഭവിക്കും ഇക്വലൻസ് പോയിന്റിന് ശേഷം. ആ ഒരു മാറ്റത്തെയാണ് നമുക്ക് പിന്നീട് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇക്വലൻസ് പോയിന്റ് വരെ നമുക്ക് ഇതിനെ അനലൈസ് ചെയ്യാൻ പറ്റത്തില്ല. ഇക്വലൻസ് പോയിന്റിന് ശേഷം സൊല്യൂഷനിൽ ഉണ്ടാവുന്ന എന്തെങ്കിലും ഒരു ചേഞ്ച് ഈ ടൈട്രേഷൻ ചെയ്യുന്ന ആൾക്ക് കിട്ടും. അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് റിയാക്ഷൻ കംപ്ലീറ്റ് ആയെന്ന്. ആ ഒരു പോയിന്റിനെയാണ് നമ്മൾ എൻഡ് പോയിന്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഓർക്കുക, എൻഡ് പോയിന്റും ഇക്വലൻസ് പോയിന്റും ഒരിക്കലും ഒന്നല്ല. ഇക്വലൻസ് പോയിന്റ് എത്തിയതിന് ശേഷം ഒരു വിസിബിൾ ആയിട്ടൊരു കളർ ചേഞ്ച് വല്ലതും വന്ന് ടൈട്രേഷൻ ചെയ്യുന്ന ആൾക്ക് മനസ്സിലാവുന്ന ഒരു പ്രോസസ്സാണ് എൻഡ് പോയിന്റ്. ഇക്വലൻസ് പോയിന്റിന് ശേഷമാണ് എൻഡ് പോയിന്റ് വരുന്നത്. ഇനി ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്നത് സബ്സ്റ്റൻസസ് which is added to the solution in order to indicate the end point അല്ലെങ്കിൽ ഇക്വലൻസ് പോയിന്റ്. നമുക്ക് ആ റിയാക്ഷൻ കംപ്ലീറ്റ് ആയി എന്ന് മനസ്സിലാക്കാൻ നമ്മളെ സഹായിക്കുന്ന സാധനങ്ങളെയാണ് ഇൻഡിക്കേറ്റേഴ്സ് എന്ന് വിളിക്കുന്നത്. കോമൺലി യൂസ് ചെയ്യുന്ന ഇൻഡിക്കേറ്റേഴ്സ് ആണ് ഫിനോഫ്തലിൻ, മീഥൈൽ ഓറഞ്ച് എന്നിവ. ആസിഡ് ബേസ്ഡ് ടൈട്രേഷനുകളിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഇൻഡിക്കേറ്റേഴ്സ് ആണ് ഫിനോഫ്തലിൻ, മീഥൈൽ ഓറഞ്ച് എക്സെട്ര. ഓക്കെ, താങ്ക് യു.